ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നോ? ഞാനിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി കറിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞങ്ങളുടെ പാലക്കാട് നാട്ടിൽ മാത്രം വയ്ക്കുന്ന സൂപ്പർ കറിയാണിത്. നല്ല നാടൻ അമരപ്പയറും അതുപോലെ നല്ല അടിപൊളി മാന്തളും കൂട്ടിയിട്ടാണ് ഈ ഒരു കറി വയ്ക്കാൻ പോകുന്നത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്, നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ചാറിന് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ കറിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നല്ല നാടൻ അമരപ്പയറാണ് കേട്ടോ. നല്ല നാടൻ അടിപൊളി വീട്ടിലുണ്ടായ പയറാണ്, വാങ്ങിയതല്ല. അപ്പോൾ ഇത് ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചാണ് കേട്ടോ. ഇക്കാൻ്റെ വീട്ടിൽ അടുത്ത വീട്ടിൽ നിന്ന് ആരോ കൊടുത്തതെന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഉമ്മ തന്നയച്ചതാണ്. സൂപ്പർ പയറാട്ടോ, നല്ല ടേസ്റ്റാണ് ഇതിന്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങണ അമരപ്പയറാണെങ്കിലും ഇതിന് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ബാക്കി ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കണ്ടു തുടങ്ങുക കേട്ടോ. അപ്പോൾ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, വലിയൊരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളകും 2 വെളുത്തുള്ളി നടുവേ കീറിയിട്ടുണ്ട്, പിന്നെ കറിവേപ്പിൻ്റെലും. അപ്പോൾ ചിലർക്കൊന്നും ഈ അമരപ്പയർ എങ്ങനെ നേരാക്കുകയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നാര് 2 അറ്റത്തൊന്ന് ഞെട്ടി കളഞ്ഞിട്ട് നാരൊന്ന് കളയുക 2 അറ്റത്തെയും. പിന്നെ ഇതേപോലെ നടുവൊന്ന് പൊളിക്കുക കേട്ടോ. പുറമേ കേട് കണ്ടില്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ പുഴു ഉണ്ടാവും ചിലതിലൊക്കെ. അപ്പോൾ അതൊന്ന് ഉണ്ടോ എന്നൊക്കൊന്ന് ഇത് പൊളിച്ചിട്ടൊന്ന് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ അത് ചെയ്യേണ്ടത്. എല്ലാവരും ഇത് മെഴുക്ക് വരട്ടി, ഉപ്പേരി അങ്ങനെയൊക്കെ വെക്കാറ്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ കറിയും വെക്കും കേട്ടോ. ഉപ്പേരിയും വയ്ക്കും, ഇതേപോലെ കറിയും വയ്ക്കും. അപ്പോൾ ഇതേപോലെ 2ആയിട്ട് പൊളിച്ചിട്ടുണ്ട് കേട്ടോ, കറിക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ 2ആയിട്ട് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ നല്ല ചട്ടി എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയിട്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പിൻ്റെ ഇലയും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല നാടൻ കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. കറിവേപ്പിൻ്റെ ഇല അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമീൻ കറിക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ മല്ലിപ്പൊടി ചേർക്കും ഉണക്കമീൻ കറിക്ക്, നല്ലൊരു ടേസ്റ്റാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഉപ്പ് എല്ലാം ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കൈയൊക്കെ. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് തിരുമ്പി ഉടയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ കറീൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് ഇങ്ങനെയാണ്. ഈ തിരുമ്പി ഉടയ്ക്കുമ്പോൾ എന്താ ടേസ്റ്റ് എന്ന് വെച്ചാൽ ആ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് ആ മസാലയിൽ പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാറ് തിളച്ച് വരുമ്പോൾ അതൊരു വെറുതെ ഇങ്ങനെ കിടക്കില്ല. അപ്പോൾ അതൊന്ന് ഉടഞ്ഞിട്ട് ഇരിക്കും. അപ്പോൾ അത് നന്നായിട്ട് നമ്മളൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ആ കറിവേപ്പിൻ്റെ ഇലയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കഴുകി വൃത്തിയാക്കിയ അമരയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ആ മസാലയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാവരുടെയും കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. എല്ലാവരുടെയും ആ മസാല പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരുടെയും ഉപ്പും എരിവൊക്കെ ഒന്ന് പിടിക്കും. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പുളിക്ക് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ പുളി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. മീനിനൊക്കെ കുറച്ച് കൂടുതൽ പുളി ചേർക്കുമോ ചിലവർ. ഞങ്ങളുടെ നാട്ടിൽ കുറേ പുളി ചേർക്കും, പക്ഷെ ഞങ്ങൾക്ക് അത്ര പുളി ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് പുളിയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ തക്കാളി, വലിയ തക്കാളി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പുളിയും പിന്നെ വേവാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് തിളച്ച് അതൊക്കെ വേവണമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ കറി നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി ആ ഒരു അമരക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വെന്തോട്ടെ. അപ്പോൾ ഞാൻ ഉണക്കമാന്തലാട്ടോ എടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ മാന്തൾ എന്നാണ് പറയുക. നിങ്ങളുടെ ചില നാട്ടിലൊക്കെ നങ്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണക്കമാന്തൽ ചേർത്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും മീനാണെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉണക്ക മീൻ എന്തെങ്കിലും വേണമെങ്കിലും ചേർത്ത് കൊടുക്കണം. ഉണക്ക മീൻ തന്നെ ചേർത്ത് കൊടുക്കണം, അതാണ് പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ അമരക്കപ്പയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീൻ ഇങ്ങനെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഈ മീനിൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ ഈ ഒരു കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു കറിക്ക്. അപ്പോൾ ഇത് ആവശ്യമായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം വറ്റിയതുകൊണ്ട് ഒന്ന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഉപ്പിടുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഉണക്കമീനിൽ ഉപ്പുണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഉപ്പും കൂടി ബാലൻസ് ചെയ്യുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ മീനൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ മീനൊക്കെ അതാ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് കറി ഒപ്പായിട്ടുണ്ട്. അപ്പോൾ ഈ കറി വെള്ളം പോലെ ആണെങ്കിലും ഈ ഒരു കറിക്ക് നല്ലൊരു ചൊടിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഈ കറി മാത്രം കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ടേസ്റ്റ് കൂടാനായിട്ട് താളിപ്പ് വേറെ ഒന്നും ചേർക്കുന്നില്ല. നേരത്തെ കറിവേപ്പിൻ്റെ ഇല പച്ചയ്ക്ക് ഞാൻ ചേർത്തായിരുന്നു. ലാസ്റ്റ് ഇതാ പച്ച വെളിച്ചെണ്ണ കേട്ടോ, നല്ല നാടൻ ആട്ടിയ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇളക്കരുത്, നമുക്കൊന്ന് 5 മിനിറ്റ് ഒന്ന് ഇങ്ങനെ അടച്ച് വെക്കണം. അപ്പോൾ ആ വെളിച്ചെണ്ണേൻ്റെ ഒക്കെ മണമൊക്കെ വന്ന് ആഹാ എന്ത് മണമെന്നറിയോ, ഇപ്പോൾ സൂപ്പർ സ്മെല്ലാട്ടോ ഇതിന്. ഈ മണം കേട്ടാൽ തന്നെ നമുക്ക് ഒരു പറ ചോറുണ്ടാന്ന് തോന്നും. അത്രയും ടേസ്റ്റാണ് ഈ കറിക്കും. അതുപോലെ ഈ കറീൻ്റെ മണവും അടിപൊളിയാണ്. ഇതിൽ അമരക്ക പെറുക്കി തിന്നാനാണ് ഏറ്റവും വലിയ ടേസ്റ്റ്. അതുപോലെ അതിൻ്റെ ചാറാണെങ്കിൽ വെറുതെ നമുക്ക് കുടിച്ചു കൂട്ടാനായിട്ടൊക്കെ തോന്നും. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ. തേങ്ങ ഒന്നും അരയ്ക്കാത്ത കറിയാണ്. അപ്പോൾ മുളക് കറി ഇഷ്ടമുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഈ കറി പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും കേട്ടോ. ഇത് സൂപ്പർ കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ പാലക്കാട് നാട്ടിലുള്ള ഈ ഒരു ഉണക്കമീൻ പുളി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.